ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ രാത്രിയിലെ ലൈവിൽ നമ്മുടെ അപ്പാനി ശരത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന കിച്ചൺ ടീമിൽ ഈ പ്രാവശ്യം ആര്യൻ മൂന്നാമത് ക്യാപ്റ്റനായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ഈ പറയുന്ന ആര്യൻ കിച്ചൺ ടീം ഉണ്ടാക്കിയപ്പോൾ അനുമോളും ടീമും പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യം കിച്ചൺ ടീം വേണം. അങ്ങനെ അനുമോളും ആദിലയും നോറയും ഒക്കെ അടങ്ങുന്ന ആ ഒരു ടീമിന് ആര്യൻ എന്ത് കൊടുത്തു? കിച്ചൺ ടീം കൊടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പാനി ശരത്ത് പറഞ്ഞു എനിക്കും കിച്ചൺ ടീം വേണമെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് അവിടെ ചെന്ന് എനിക്ക് കിച്ചൺ ടീമിൽ കയറിയേ പറ്റൂ, എനിക്ക് കിച്ചൺ ടീമിൽ കയറണം, എനിക്ക് കിച്ചൺ ടീമിലും ഈ പറയുന്ന പോലെ പല ഈ പറയുന്ന സ്ട്രാറ്റജിയും ഗെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്, കുറച്ച് വ്യത്യാസം വരുത്താനുണ്ട് എന്നുള്ള രീതിയിൽ അപ്പാനിയും ആര്യനോട് പറഞ്ഞ സമയത്ത് ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം രാത്രി ഈ പറയുന്ന അപ്പാനി നമ്മുടെ ജിസൈലിനോടും ഈ പറയുന്ന ഈ റെന ഫാത്തിമയോടും ആര്യനോടൊക്കെ കൂടിയിരുന്ന് സോഫ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ കിച്ചൺ ടീമിൽ കയറണമെന്ന് പറഞ്ഞത് അനുമോളായിട്ടുള്ള എൻ്റെ ആ ഒരു പ്രശ്നം തീർക്കാനായിട്ടാണ്. അനുമോളും ഞാനും തമ്മിലുണ്ടാവുന്ന അടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കിച്ചൺ ടീമിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ എല്ലാവരോടും ഓപ്പണായിട്ട് അപ്പാനി ശരത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനുമോളും അപ്പാനിയും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ കിച്ചൺ ടീമിൽ അപ്പാനി ശരത്തും കൂടി ഈ പറയുന്ന അനുമോൾക്കും ആദിലക്കും നോറക്കൊപ്പം ജോയിൻ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പാനി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്